RSS തലവൻ മോഹൻ ഭാഗവത് കേരളത്തിൽ എത്തുന്നതിന് തൊട്ടുമുൻപ് CBCI വിമർശനം. ക്രൈസ്തവ വിഭാഗങ്ങളെ അടുപ്പിക്കാനുള്ള സംഘപരിവാർ നീക്കത്തിൽ കല്ലുകടി തുടങ്ങി. ഉള്ളിലിരിപ്പ് ഒന്നൊന്നായി പുറത്തു വരുമ്പോൾ സംശയദൃഷ്ടിയോടെ ക്രിസ്ത്യൻ സഭകളും. ഖർവാപ്പസി വിവാദത്തിൽ മൗനവ്രതത്തിലാണ് BJP സംസ്ഥാന ദേശീയ നേതൃത്വങ്ങൾ. RSS തലവൻ മോഹൻ ഭാഗവതിനെതിരെ രൂക്ഷ വിമർശനവുമായി കത്തലിക് ബിഷപ്പ് കോൺഫറൻസ് ഓഫ് ഇന്ത്യ രംഗത്ത് വന്നിട്ടും പ്രതികരിക്കാതെ മൗനം പാലിക്കുകയാണ് BJP കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ ഇപ്പോഴും. ഭാഗവത് കേരളത്തിലെത്തുന്നതിന് തൊട്ടു മുൻപാണ് മുൻ രാഷ്ട്രപതിയും കോൺഗ്രസ് നേതാവുമായ പ്രണവ് മുഖർജിയെ ഉദ്ധരിച്ച് RSS തലവൻ നടത്തിയ ഖർവാപ്പസി വിവാദത്തിനെതിരെ CBCI രംഗത്ത് വന്നത്. ആദിവാസികളെ മടക്കിക്കൊണ്ടുവന്നില്ലെങ്കിൽ അവർ ദേശവിരുദ്ധരായി മാറുമെന്ന് മുൻ രാഷ്ട്രപതി പ്രണവ് മുഖർജി പറഞ്ഞതായി RSS മേധാവി മോഹൻ ഭാഗവത് വ്യക്തമാക്കിയിരുന്നു. RSSന്റെ ഒരു പരിപാടിയിലേക്ക് പ്രണവിനെ ക്ഷണിച്ചത് ഈ നീക്കത്തിന്റെ ഭാഗമായിരുന്നോ എന്ന് വ്യക്തമാക്കേണ്ടതുണ്ട്. പ്രണവ് ജീവിച്ചിരുന്നപ്പോൾ ഇത്തരത്തിൽ ഒരു പ്രസ്താവന നടത്താതിരുന്നത് എന്തുകൊണ്ടാണെന്ന് മോഹൻ ഭാഗവത് തന്നെ വിശദീകരിക്കണം. ഇത് ഇപ്പോൾ പറയുന്നതിന്റെ ഉദ്ദേശം തന്നെ നിന്ദ്യവും കപടവുമാണ്. മുൻ രാഷ്ട്രപതിയുടെ പ്രസ്താവന സത്യമാണെന്ന് തങ്ങൾ വിശ്വസിക്കുന്നില്ലെന്ന് CBCI പറഞ്ഞു നിർത്തി. രാജ്യത്തിന്റെ നിർമ്മാണത്തിലും സ്വാതന്ത്ര്യ സമരം, വിദ്യാഭ്യാസ രംഗം, ആരോഗ്യ പരിപാലനം, സാമൂഹ്യ ഉയർച്ച തുടങ്ങിയ മേഖലകളിലും ക്രിസ്ത്യൻ സമൂഹത്തിന്റെ സംഭാവനകൾ ആർക്കും അറിയാത്തതല്ല. ഭരണഘടന ഉറപ്പു നൽകുന്ന അന്തസ്സുള്ള ജീവിതം നയിക്കാനുള്ള അവകാശം ആദിവാസി സമൂഹത്തിനുണ്ട്. രാജ്യത്തിന് പ്രണവ് നൽകിയ സംഭാവനകളിൽ തങ്ങൾ ആദരവർപ്പിക്കുന്നതായും CBCI പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട്. സംഘടനാ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കേരളത്തിലെത്തിയ RSS മേധാവി ഡോക്ടർ മോഹൻ ഭാഗവതിനെ വിമർശിച്ച CBCIക്ക് മറുപടി നൽകാൻ BJP കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ ഇതുവരെയും തയ്യാറായിട്ടില്ല. 5 ദിവസം കേരളത്തിലുണ്ടായിട്ടും ആരോപണത്തിന് മറുപടി പറയാൻ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും തയ്യാറായിട്ടില്ല. ക്രൈസ്തവ സഭകളെ അടുപ്പിക്കാൻ സംഘപരിവാറും BJPയും ഷെയ്ഖ് ഹാൻഡും കേക്കുമൊക്കെയായി നടക്കുമ്പോഴാണ് RSSന്റെ ഉള്ളിലിരിപ്പ് പുറത്തു വന്നതും അതിന് അതേ നാണയത്തിൽ CBCI രൂക്ഷ വിമർശനവുമായി രംഗത്ത് വന്നിട്ടുള്ളതും. ഇതോടെ ക്രൈസ്തവ സഭകളെ അടുപ്പിക്കുന്നതിൽ സംഘപരിവാർ സംഘടനകളും BJPയും കാണിക്കുന്ന ശുഷ്കാന്തി വെറും വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി മാത്രമുള്ളതാണെന്നും അതിൽ ആത്മാർത്ഥതയുടെ കണിക പോലും ഇല്ലെന്നും സഭാ കേന്ദ്രങ്ങളിൽ നിന്നും വിമർശനം ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. ക്രിസ്തുമസ് സമയത്ത് പാലക്കാടും മറ്റും പുൽക്കൂടുകൾക്കെതിരെ ഉണ്ടായ നീക്കങ്ങളും സഭകൾ സംശയത്തോടെയാണ് കാണുന്നത്. അതിനുശേഷം BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നീക്കങ്ങൾക്ക് സഭകളുടെ ഭാഗത്തു നിന്നും ഉദ്ദേശിക്കുന്ന സ്വീകാര്യത ലഭിക്കുന്നില്ലെന്നതും ശ്രദ്ധേയമാണ്. വ്യത്യസ്ത രുചികളിൽ ഫ്ലേവേർഡ് മിൽക്ക് മിൽമയ്ക്ക് മാത്രം. ഇപ്പോൾ പുതിയ പാക്കിലും. മിൽമ, കേരളം കണി കണ്ടുണരുന്ന നന്മ.